ഗൈസേ, ആദർശാണേ. ഇന്ന് നമ്മൾ സ്വയംഭൂനാഥിലെ മങ്കി ടെമ്പിളിലേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മൾക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട യോധ സിനിമയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് കേട്ടോ ഈ സ്വയംഭൂനാഥിലെ മങ്കി ടെമ്പിൾ. ഒരുപാട് കുരങ്ങന്മാരുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് അതിന് മങ്കി ടെമ്പിൾ എന്ന് പേര് വന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ വരെ ഇടം നേടിയിട്ടുള്ളതാണ് ഈ മങ്കി ടെമ്പിൾ. 2 ബസ് മാറിക്കയറി നല്ല തിക്കിലും തിരക്കിലും ആട്ടോ ഞാൻ അവിടെ എത്തിയത്. ഇവിടെ ശനിയാഴ്ച അവധി ദിവസമാണ്, ഞായറാഴ്ച ഇവിടെ വർക്കിംഗ് ഡേയുമാണ്. കാഠ്മണ്ഡുവിലെ ഒരു കുന്നിന്റെ മുകളിലാണ് കേട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദു മതത്തിന്റെയും ബുദ്ധമതത്തിന്റെയും ഒരു പ്രധാന സ്ഥലമാട്ടോ ഈ അമ്പലം. പോകുന്ന വഴിയൊത്ത് ഇങ്ങനത്തെ അമ്പലങ്ങളൊക്കെ ഒരുപാട് കാണാൻ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞത് ബസ്സുകാരനും അയാൾ പറഞ്ഞത് എനിക്കും മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ 1 കിലോമീറ്റർ മുമ്പേ ഇറങ്ങി നടക്കേണ്ടതായിട്ട് വന്നിട്ടാ. പക്ഷെ അതെന്തായാലും നന്നായിട്ടാ. അതുകൊണ്ട് ഇത്ര നല്ലൊരു സ്ഥലം എനിക്ക് കാണാൻ പറ്റി. മലനിരകളും അതിൻ്റെ ഇടയിൽ കൂടി ഒഴുകുന്ന പുഴയും എല്ലാം. അതെല്ലാം ആസ്വദിച്ച് കുറച്ച് നടന്നപ്പോൾ തന്നെ നമ്മൾ സ്ഥലത്തെത്തി. അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് സ്വർണ്ണ നിറത്തിലുള്ള 3 പ്രതിമകളായിരുന്നു. അമ്പലത്തിലേക്ക് കയറുമ്പോൾ തന്നെ സൈഡുകളിൽ നമുക്ക് കാണാൻ കഴിയും ബുദ്ധമത വിശ്വാസത്തിന് പ്രാർത്ഥനകളിൽ കറക്കുന്ന ആ പ്രാർത്ഥനാ ചക്രങ്ങൾ. ഈ ചക്രങ്ങൾക്കുള്ളിൽ തകിടുകളിൽ എഴുതിയ മന്ത്രങ്ങളുണ്ട്. ഓരോ തവണ ഇത് കറക്കുമ്പോഴും ആ പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലിയതുപോലെയാണ്. ഘടികാര ദിശയിൽ വേണോട്ടാ ഇത് കറക്കാൻ. ഇത് കറക്കുന്നത് പാപങ്ങളുടെ മോചനത്തിനും എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ലഭിക്കുവാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ നേരത്തെ കണ്ട പ്രതിമകൾക്കരികിലെത്തി. അവിടെ ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും ഫോട്ടോ എടുക്കുവാനും മറ്റു കാര്യങ്ങൾക്കും വളരെ തിരക്കിലായിരുന്നു. ഇതിലാദ്യം കാണുന്നത് അമിതാഭൻ, പ്രകാശത്തിന്റെ ബുദ്ധനാണ്. ഇതിൽ രണ്ടാമത് കാണുന്നത് അവിലോകിതേശ്വരൻ, ദയയുടെയും കാരുണ്യത്തിൻ്റെതുമാണ്. മൂന്നാമത് കാണുന്നത് വജ്രപാണി, ബുദ്ധന്റെ ശക്തിയെയും സംരക്ഷണത്തെയും കാണിക്കുന്നതാണ്. അവിടെ ഒരു ആൽമരം ഉണ്ടായിരുന്നു. അതിന് ചോട്ടിലിരുന്ന് പ്രാർത്ഥനാ ചക്രങ്ങൾ കറക്കുന്ന ഒരു സന്യാസി. കുറച്ചുകൂടി അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു വലിയ റൂമിനുള്ളിൽ ഒരു വലിയ പ്രാർത്ഥനാ ചക്രം ഉണ്ടായിരുന്നു. അത് കറക്കുവാനായി എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ മങ്കി ടെമ്പിൾ എന്ന് പേര് വരാൻ കാരണക്കാരായ കുരങ്ങന്മാർ അവിടെ ഓടിച്ചാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിന് മൊത്തം ഇതേപോലത്തെ പ്രാർത്ഥനാ ചക്രങ്ങളായിരുന്നു. അതിനകത്ത് കറക്കാനും ഫോട്ടോ എടുക്കുവാനുമായിട്ട് എല്ലാവരും തിരക്കിലായിരുന്നു. പിന്നീട് കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ ഇതേപോലത്തെ ഒരു ശംഖില് ആളുകളൊക്കെ ഊതുന്നുണ്ടായിരുന്നു. അതും കണ്ട് ഞാൻ അടുത്ത അമ്പലത്തിലേക്കായിട്ട് മുകളിലേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങോട്ട് പോകുന്ന വഴിയിലും അതിൽ മൊത്തം ഈ ചക്രങ്ങളും അത് കറക്കിക്കൊണ്ട് പോകുന്ന ആളുകൾ തന്നെ. ഞാനും അതേപോലെ തന്നെ കറക്കി അങ്ങോട്ട് മുന്നോട്ട് പോയി. വഴിയിൽ തന്നെ ഒരു ചേച്ചി നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കണ്ടായി. ആ ചേച്ചിക്ക് ഒരു 10 രൂപ എടുത്തു കൊടുത്തിട്ട് ഞാൻ അമ്പലത്തിലേക്ക് നടന്നു. പിന്നെ അമ്പലത്തിലേക്കുള്ള വഴികളെല്ലാം പയ്യെ പയ്യെ ഇടുങ്ങി തുടങ്ങി. ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞ കച്ചവടക്കാരെ നമുക്ക് കാണാൻ പറ്റി. വഴി ഇടുങ്ങി പിന്നെ നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു സൈഡിൽ മൊത്തം പല പല കച്ചവടക്കാരുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് തിരിച്ചിറങ്ങി വരുന്നവരും അങ്ങോട്ട് കയറി പോകുന്നവരും. അതിനിടയിൽ കൂടി നടക്കുവാനും വീഡിയോ എടുക്കാനൊക്കെ ഏറെ കഷ്ടപ്പെട്ട്. മുകളിലേക്ക് ചെല്ലുന്നവരും നമുക്ക് പോകേണ്ട വഴി കാണാൻ പറ്റുമായിരുന്നു. ഇരുവശങ്ങളിലെ കടകളിൽ പല മനോഹരമായ സാധനങ്ങളും ഉണ്ടായിരുന്നു. രുദ്രാക്ഷങ്ങളും മെഡിറ്റേഷൻ ബൗളും പ്രയർ വീൽസിന്റെ സുവനീറുകളും എല്ലാം ഉണ്ടായിരുന്നു. സുവനീർ വാങ്ങാൻ വേണ്ടി ഞാൻ ചെന്ന് വില ചോദിച്ചായിരുന്നു. ഒരു പ്രയർ വീലിന്റെ വിലയാണ് ഞാൻ ചോദിച്ചത്. അവര് നേരെ 2000 രൂപ പറഞ്ഞു ഒരു ചെറിയ പ്രയർ വീലിന്. അതോടുകൂടി വില പേശാൻ ഭാഷയും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ വില ചോദിക്കൽ നിർത്തി. പിന്നീട് ഞാനൊരു മണിയും വേറൊരു ബുദ്ധന്റെ പ്രതിമയും കണ്ടു. അങ്ങനെ ഒടുവിൽ ഞാൻ അമ്പലത്തിലെത്തി. അഗ്നിനാളങ്ങളെ സാക്ഷി നിർത്തി നിൽക്കുന്ന ആ അമ്പലത്തെ ഞാൻ കണ്ടു. അമ്പലത്തിന്റെ മുമ്പിലെ ഈ വ്യൂ പോയിന്റിൽ ഫോട്ടോ എടുക്കാനാണ് ആൾക്കാരെല്ലാവരും തടിച്ചുകൂടി നിൽക്കുന്നത്. കുറെ നേരം അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് അമ്പലത്തിലേക്ക് കയറി. കണ്ടത് മനോഹരം, കാണാൻ കിടക്കുന്നതോ അതിമനോഹരം എന്ന വിശ്വാസത്തിൽ ഞാൻ നടന്നു. അങ്ങനെ പയ്യെ ഞാൻ മുന്നോട്ട് നടന്നു. ഈ കാണുന്നതാണ് അമ്പലത്തിന്റെ വ്യൂ. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അതിമനോഹരമായി കാണുന്നതാണ് ഈ അമ്പലത്തിന്റെ മുൻവശം. ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് അകത്തേക്ക് നടന്നുപോയി. അപ്പോൾ ഈ കാണുന്നതെല്ലാം ഈ മനോഹരമായ അമ്പലത്തിന്റെ പല ഭാഗങ്ങളാണ്. ഈ അമ്പലത്തിനുള്ളിലുള്ള കാഴ്ച ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് വിഗ്രഹങ്ങളും ഒരുപാട് ശിലകളും ഒരുപാട് ശില്പങ്ങളുമെല്ലാം. എല്ലാം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായില്ല. എന്നാലും കുറേയെല്ലാം വീഡിയോയിൽ പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അതുകൊണ്ട് മാക്സിമം എല്ലാം വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. പിന്നീട് ഞാൻ കുറച്ച് കൂട്ടത്തോടെ നിൽക്കുന്ന സന്യാസിമാരെ കണ്ട്. അവർ എന്തോ പ്രാർത്ഥനയിലോ എന്തോ ക്ലാസ്സോ എന്തോ മറ്റോ എടുക്കുകയായിരുന്നു. യോധയിലെ ഉണ്ണിക്കുട്ടന്മാരായിട്ടൊക്കെ തോന്നുന്നവരൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ മനോഹരമായ വഴികളിലൂടെ കുറേ അലഞ്ഞു തിരിഞ്ഞ്
പിന്നീട് ഒരുപാട് ചിത്രങ്ങൾ വരക്കുന്നവരും കല്ലിൽ കൊത്തുന്നവരെയും എല്ലാം കാണാൻ കഴിഞ്ഞു. നല്ല ഭംഗിയായിരുന്നു ആ ശിലകളെല്ലാം കാണാൻ. അങ്ങനെ കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ ഏറെ കാത്തിരുന്ന യോധ സിനിമ ഷൂട്ട് ചെയ്ത ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തി. അവിടെ ചെന്നപ്പോഴേക്കും ഞാൻ ഹെഡ്സെറ്റ് എടുത്ത് ചെവിട്ടിൽ വെച്ചിട്ട് യോധ സിനിമയിലെ പാട്ടും കേട്ട് നടന്നു. ഇതിലൂടെ നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് അശോകനും അപ്പുക്കുട്ടനും ഉണ്ണിക്കുട്ടനും അശ്വതി ചേച്ചിയും കുട്ടിമാമനും എല്ലാമാണ്. ആ സിനിമ പോലെ തന്നെ ആ സിനിമയിലെ പാട്ടും ക്യാരക്ടേഴ്സും ഇപ്പോഴും വളരെ വ്യക്തമായി എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ആ സിനിമയും ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നെ നേപ്പാളിലെത്തിക്കാൻ. അപ്പോൾ യാത്രകൾ തുടരുകയാണ് കേട്ടോ. എല്ലാവരും കൂടെ നിൽക്കാൻ സപ്പോർട്ട് ചെയ്യുക. വീഡിയോകൾ ഇനിയും നേപ്പാളിനെ കുറിച്ച് വരും. അപ്പോൾ ഓക്കെ, ബൈ.